മാനസിക ശുദ്ധിയോടെ നിർമ്മാല്യം, വാകച്ചാർത്ത്, ഉഷഃ പൂജ എന്നിവ തികഞ്ഞ ഭക്തിയോടെ യഥാസമയം ദർശിച്ച് നാലമ്പലത്തിനുള്ളിൽ ഭഗവാന്റെ തൃപ്പാദം സങ്കൽപ്പിച്ച് ശാന്തമായ ഒരിടത്ത് സ്വസ്ഥമായിരുന്ന് ഭജനമാരംഭിക്കുക. ഭജനത്തിനു വേണ്ടിയുള്ള നാമപുസ്തകങ്ങൾ കരുതണം. ഓരോ സമയത്തുള്ള പൂജകൾക്കു വേണ്ടി ഉച്ചഭാഷിണിയിലൂടെ അറിയിപ്പുണ്ടാകും. അപ്പോൾ പൂജകൾ ദർശിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. പുലർച്ചെ നിർമ്മാല്യം മുതൽ രാത്രി നടയടയ്ക്കുന്നവരെയുള്ള പൂജകൾ യഥാസമയം ദർശിച്ച് പ്രാർത്ഥിക്കുക. പരിമിതികളുണ്ടായാലും ഓരോ പൂജകളും കൊടിമരത്തിനു മുമ്പിൽ നിന്ന് ദർശിക്കുക. ശേഷം വീണ്ടും പഴയ സ്ഥലത്ത് പോയിരുന്ന് ഭജനം തുടരുക. ഓരോരോ സമയത്തുള്ള ശീവേലികളിലും ഭഗവാനെ അനുഗമിച്ച് നാമജപത്തോടും കൂടി ക്ഷേത്രപ്രദക്ഷിണം നടത്തുക. ദീപാരാധനയ്ക്ക് മുമ്പായി ക്ഷേത്രത്തിനു ചുറ്റും കൊടിമരത്തിന്റെ ഇടതുഭാഗത്തുള്ള ആൽവിളക്ക് ചുവട്ടിലും ദീപം തെളിയിക്കാൻ പങ്കുചേരണം. ഗുരുവായൂരപ്പന് ദീപം തെളിയിച്ചാൽ മനസ്സിലെ അന്ധകാരം അകലുമെന്നാണ് വിശ്വാസം. കഴിവതും ഒരു തിരിയെങ്കിലും തെളിയിക്കണം. തുടർന്നുള്ള പൂജകൾ ദർശിക്കുക. അയ്യപ്പനടയിലെ പൂജ, ഭഗവതിയുടെ അഴൽ പൂജ, തൃപ്പുക എന്നീ പൂജകൾ നിർബന്ധമായും ദർശിക്കണം. അവസാന ശീവേലി കഴിഞ്ഞ് ആനപ്പുറത്തുനിന്നും ഭഗവാന്റെ തിടമ്പ് ഇറക്കിക്കഴിയുമ്പോൾ ശ്രീകോവിലിൽ ഭഗവാനെ നിവേദിച്ച നെയ് മേൽശാന്തി കൊടിമരത്തിന്റെ സമീപമെത്തിക്കും. അത് ഭക്തിപൂർവ്വം വാങ്ങിക്കഴിച്ചു വേണം ഭജനം അവസാനിപ്പിക്കാൻ. അപ്പോഴേക്കും തിരുനട അടയ്ക്കുന്ന സമയമാകും. ഈ സമയം നമുക്ക് യാതൊരുവിധ ക്ഷീണമോ മറ്റോ തോന്നാറില്ല. പ്രത്യേക രീതിയിലുള്ള ഉണർവും സന്തോഷവും സമാധാനവും ധൈര്യവും നമുക്ക് അനുഭവവേദ്യമാകും. ഭഗവാൻ നമ്മുടെ ഭജനം സ്വീകരിച്ചു എന്ന് വിശ്വസിക്കുക. ഭഗവാന് നന്ദി സമർപ്പിക്കുക. ഭജനത്തിനു ശേഷം ഭക്ഷണം കഴിക്കാം. ഭഗവാൻ ഉണർന്നു കഴിയുമ്പോൾ മുതൽ ഉറങ്ങുന്നതുവരെയാണ് ഭജനമിരിക്കേണ്ടത്. നമ്മുടെ പ്രാർത്ഥനകൾ ഭഗവാൻ കേട്ടു എന്ന സന്തോഷത്താൽ മനസ്സു ശാന്തമാക്കുക.